ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. അവരുടെ പ്രസംഗം തുടരുകയാണ്. ഒരു ജനപ്രിയ ബജറ്റെന്ന് ഇതുവരെ കേട്ടതിൽ നിന്ന് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രതീക്ഷിക്കുന്നത് ശരിയുമല്ല. ഒരു സർക്കാർ അധികാരത്തിൽ വന്നാലുടൻ അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റ് അത്ര ജനപ്രിയമാവാൻ ഇടയില്ല. കാരണം വരുമാന സമാഹരണത്തിനുള്ള ചില പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ അതിൽ ഉണ്ടാവും. സാധാരണഗതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് ഒരു ജനകീയമായ ആളുകൾക്ക് താല്പര്യം തോന്നുന്ന ആളുകൾക്ക് കുറച്ചൊക്കെ സൗജന്യങ്ങൾ അനുവദിച്ചുകൊണ്ടുള്ള ബജറ്റുകളൊക്കെ അവതരിപ്പിക്കുക. അതുകൊണ്ട് ആദ്യ ബജറ്റ് അതൊരു ജനപ്രിയ ബജറ്റ് ആവണമെന്നില്ല. ഏതാണ്ട് 4-5 മേഖലകളിലെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് നമ്മുടെ ധനമന്ത്രി അവതരിപ്പിച്ചത്. അതായത് കാർഷിക മേഖല, അടിസ്ഥാന സൗകര്യ വികസനം, ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, അങ്ങനെ കുറേ മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. ഒരു ബജറ്റ് എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ അടുത്ത വർഷത്തെ ഭാവിയിലെ പ്രവർത്തനം സംബന്ധിച്ച അതിനൊരു ദിശാബോധം നൽകുന്ന ഒരു രൂപരേഖയാണ്. പക്ഷേ ഏട്ടിലെ പശു ഒരിക്കലും പുല്ല് തിന്നാറില്ല. കടലാസിൽ മികച്ചത് എന്ന് തോന്നുന്ന ഒരു ബജറ്റ് കൊണ്ട് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ വികസന സങ്കല്പങ്ങൾ പൂർത്തിയാക്കാനോ ഒന്നും സാധിക്കണമെന്നില്ല. ഇവിടെ നോക്കുക, അതിനാവശ്യമായ ഒരു പൊളിറ്റിക്കൽ വിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി സർക്കാരിന് ഉണ്ടാവണം. സർക്കാരിൻ്റെ നില ഭദ്രമായിരിക്കണം. പക്ഷെ ഇവിടെ ഇന്നത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്ന് പറയാതെ വൈകാം. സംഘടന എന്ന നിലയിൽ BJP, ഒപ്പം തന്നെ ഭരണരംഗത്ത് സർക്കാർ ഇടറിയും മുടന്തിയും മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ദേശീയ തലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ തിരിച്ചടിയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനായില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഏത് ദിശയിലേക്ക് സർക്കാർ സഞ്ചരിക്കണം? ഇതുവരെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടാണ് BJP സർക്കാർ എടുത്തിരുന്നെങ്കിൽ അത് അത്ര പ്രയോജനപ്പെട്ടില്ല. അതുകൊണ്ട് അനുകൂലമായ ഒരു ഫലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, അയോധ്യയിലെ രാമക്ഷേത്രം വന്നു. അത് BJPയുടെ ഒരു വലിയ എക്കാലത്തെയും വലിയൊരു വാഗ്ദാനമായിരുന്നു. അതുപോലെ തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇടനാഴി, ആ പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ ഹിന്ദുത്വ അജണ്ടയ്ക്ക് പഴയതുപോലുള്ളൊരു ശൗര്യം അല്ലെങ്കിൽ അതിന് നേരത്തെ പ്രതീക്ഷിച്ചതുപോലുള്ളൊരു ഫലപ്രാപ്തി ഉണ്ടാവുന്നില്ല എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ സർക്കാർ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ഇതുവരെയുള്ള സർക്കാരിൻ്റെ നയങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ബജറ്റിലെ ചില നിർദ്ദേശങ്ങൾ കാണുമ്പോൾ വീണ്ടും ഹിന്ദുത്വ അജണ്ട തന്നെ അതിലൂന്നി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇപ്പം ഈ ബജറ്റിൽ ഇതുവരെ കേട്ടിടത്തോളം വെച്ച് സംസാരിക്കുമ്പോൾ ക്ഷേത്രങ്ങൾക്ക് പ്രത്യേക പാക്കേജ് നൽകാനുള്ള ഒരു നിർദ്ദേശം പോലും ബജറ്റിൽ വന്നിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തിക വളർച്ച 7.2% നേരത്തെ സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ കണക്ക് കൂട്ടിയിരുന്നത്. അതിപ്പോൾ വെറും 7% ഒതുങ്ങുകയാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സാമ്പത്തിക സർവേ അനുസരിച്ച്. ഇന്നിപ്പോൾ ധനമന്ത്രി പാർലമെന്റിൽ സംസാരിച്ചപ്പോൾ അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞത് വളരെ തിളങ്ങുന്ന ഒരു സാമ്പത്തിക സാഹചര്യമാണ്, അവസ്ഥയാണ് നമുക്കുള്ളത് എന്ന് പറയുകയുണ്ടായി. പക്ഷേ സാമ്പത്തിക വളർച്ച നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ എത്തിയിട്ടില്ല. ഹിന്ദുത്വവാദികളെ കൂടുതൽ തൃപ്തിപ്പെടുത്താനുള്ള പരിപാടികളും അല്ലെങ്കിൽ നടപടികളുമാണ് ഇപ്പോഴും സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കൻവാർ യാത്ര, ആ കൻവാർ യാത്രയുമായി ബന്ധപ്പെട്ട് ഈ തീർത്ഥാടകർ സഞ്ചരിക്കുന്ന കൻവാർ യാത്രാ റൂട്ടിലുള്ള എല്ലാ കടകളിലും അതിൻ്റെ ഉടമസ്ഥരുടെയും അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും പേര് പ്രദർശിപ്പിക്കണം എന്നൊരു നിർദ്ദേശം. അത് ആ കടകൾ ആര് നടത്തുന്നു, മുസൽമാന്മാർ നടത്തുന്ന കടകൾ ഏതാണ് അല്ലെങ്കിൽ ഹൈന്ദവർ നടത്തുന്ന കടകൾ ഏതാണ് എന്ന് വേർതിരിച്ച് കാണാൻ വേണ്ടിയുള്ളതായിരുന്നു. സുപ്രീം കോടതി അത് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുക, ആ തീരുമാനമെടുത്ത് കുട്ടയിലിട്ടിരിക്കുകയാണ്. പക്ഷേ സർക്കാരിൻ്റെ നില അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയ സമീപനം എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന ഒന്നാണ് ഇത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ മറ്റൊരു തീരുമാനം 1966 മുതൽ നിലനിന്നിരുന്ന ഒരു നിരോധനം. അതായത് സർക്കാർ ജീവനക്കാർ, കേന്ദ്ര സർക്കാർ ജീവനക്കാർ RSSന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിരോധനം നിലവിലുണ്ടായിരുന്നു. 66 മുതൽ ഈ രാജ്യത്ത് അത് നിലവിലുള്ളതാണ്.
അത് RSSന് മാത്രം ബാധകമല്ല, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾക്കും ഈ വിലക്ക്. സർക്കാർ ജീവനക്കാർ ആ സംഘടനയിലും പ്രവർത്തിക്കാൻ പാടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ആ വിലക്ക് എടുത്തു കളഞ്ഞിരിക്കുകയാണ്, നീക്കിയിരിക്കുകയാണ്. RSSന്റെ സ്ഥാപനത്തിന്റെ 100-ാം വർഷം അടുത്ത വർഷം 2025 ആഘോഷിക്കുകയാണ്. അവര് ദീർഘകാലമായി മുന്നോട്ട് വെച്ച ഒരു ആവശ്യമായിരുന്നു ഈ നിരോധനം പിൻവലിക്കണമെന്നുള്ളത്. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭഭായ് പട്ടേൽ അന്ന് RSSനെ നിരോധിച്ചതാണ്. പിന്നീട് ആ നിരോധനം നീക്കി. പക്ഷേ 1966 ഇന്ദിരാഗാന്ധി അധികാരത്തിലിരിക്കുന്ന സമയത്ത് വീണ്ടും ആ നിരോധനം കൊണ്ടുവന്നു. അതിപ്പോൾ വീണ്ടും എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്കെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നത് പോലെ RSSനെ അല്ലെങ്കിൽ സംഘപരിവാരത്തിലെ ഏറ്റവും തീവ്ര ഹിന്ദുത്വ വികാരം പുലർത്തുന്നവരെ അനുനയിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും സൂഹിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു നടപടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടക്കാലത്തായിട്ട് BJP ഒന്ന് ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. RSS ഇല്ലെങ്കിലും ഞങ്ങൾക്ക് തല ഉയർത്തി അല്ലെങ്കിൽ നടുവ് നിവർത്തി നിൽക്കാൻ പറ്റും എന്നൊരു തോന്നല്, ഒരു അഹംഭാവമൊക്കെ അവർക്ക് വന്നതാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തോടെ പ്രസിഡന്റ് നഡ്ഡ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് RSSന്റെ സഹായമൊന്നും വേണ്ട എന്ന്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പാർട്ടിക്കുണ്ടായ പരാജയം അവരെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. RSSുമായിട്ട് അടുത്തു നിൽക്കണം, അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സർക്കാരും പാർട്ടിയും മുന്നോട്ട് പോകണം. ആ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പാർട്ടി വന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും കാലം RSS ആവശ്യപ്പെട്ട് പോന്ന ഒന്ന്, അതായത് ഈ നിരോധനം നീക്കണമെന്ന ആവശ്യം ഇപ്പോൾ നടപ്പാക്കാനും അത് പിൻവലിക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, RSSനൊപ്പം നിരോധിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ മേലുള്ള നിയന്ത്രണം അല്ലെങ്കിൽ വിലക്ക് ഇപ്പോഴും മാറ്റിയിട്ടുമില്ല. ഇത് ജൂലൈ 9 പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ ഒരു ഉത്തരവായിരുന്നു. പക്ഷേ ഇതുവരെ അത് പ്രസിദ്ധപ്പെടുത്തിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ IT സെല്ലാണ് ഇത് പുറത്തേക്ക് കൊണ്ടുവന്നത്. കോൺഗ്രസ് ഇത് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഈ ഉത്തരവുകൾ കൊണ്ടുവന്നപ്പോൾ അപ്പോൾ മാത്രമാണ് BJPയുടെ IT സെല്ല് ഈ ഉത്തരവുകൾ പ്രസിദ്ധപ്പെടുത്തിയത്. സർക്കാർ പ്രസിദ്ധപ്പെടുത്തേണ്ട കാര്യമാണ്, പക്ഷെ അവരത് ചെയ്തിരുന്നില്ല. ഈ തീരുമാനത്തിന്റെ പിന്നിൽ കൃത്യമായ ഒരു അജണ്ട ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഭരണ സംവിധാനത്തെ RSS വൽക്കരിക്കാനുള്ള ഒരു നീക്കമായിട്ട് വേണം നമ്മൾ കാണേണ്ടത്. ഭരണരംഗത്ത് ഭരണഘടനാ സംവിധാനത്തിൽ RSSന് നിയന്ത്രണമുണ്ടാക്കാൻ ഇതുവഴി സാധിക്കും എന്നവർ കണക്ക് കൂട്ടുന്നു. തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യം അവർ നേടിയെടുക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ രാവിലെ ധ്വജവന്ദനം നടത്തിക്കൊണ്ടായിരിക്കും കേന്ദ്ര സർക്കാരുകളിലൊക്കെ ചിലപ്പോൾ പ്രവർത്തനം തുടങ്ങുക. ഇനി മെല്ലെ മെല്ലെ ഓഫീസുകളൊരു ശാഖയായിട്ട് മാറിയേക്കാം. നിക്കറിട്ടുകൊണ്ട് വരുന്ന സ്വയം സേവകരെ ചിലപ്പോൾ നമുക്ക് കേന്ദ്ര ഓഫീസുകളിൽ കണ്ടാലും അത്ഭുതപ്പെടേണ്ട കാര്യം ഇല്ല. ആ രീതിയിലേക്ക് എല്ലാറ്റിനെയും ഈ RSSന്റെ കുടക്കീഴിലേക്ക് സംഘപരിവാർ സംഘടനകൾ ധാരാളമുണ്ട്. സർക്കാരിനെയും സർക്കാർ സംവിധാനത്തെയും സംഘപരിവാരത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയത്തിനൊരു അവകാശവുമില്ല. കഴിഞ്ഞ ദിവസം ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് RSSന്റെ ഒരു നേതാവ് പറഞ്ഞത് ഇത് രാഷ്ട്രീയമായ ചില സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് കൊണ്ടുവന്ന തീരുമാനമാണ് ഈ വിലക്ക് എന്ന് പറയുന്നത്, 66-ലെ വിലക്ക്. ഇപ്പോൾ ആ വിലക്ക് എടുത്തു കളഞ്ഞതോടെ ജനാധിപത്യം പുലരുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിലക്ക് നീക്കുന്നത് കൊണ്ട് ജനാധിപത്യത്തിന്റെ പുനഃസ്ഥാപനമാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാനുള്ളൊരു കാര്യം, എന്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം BJP സർക്കാർ അധികാരത്തിലിരുന്നു? കഴിഞ്ഞവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, വൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് കഴിഞ്ഞ മോഡി സർക്കാരുകൾ, 2 സർക്കാരുകൾ RSSന്റെ പേരിൽ ഉണ്ടായിരുന്ന ഈ നിയന്ത്രണം എടുത്തു മാറ്റിയില്ല എന്നൊരു ചോദ്യം ഇപ്പോൾ അവശേഷിക്കുന്നു. ഇപ്പോൾ അവർക്ക് RSSനെ വേണം, RSSന്റെ നിയന്ത്രണത്തിൽ നിൽക്കാൻ തയ്യാറാവുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യം അംഗീകരിച്ച് കൊടുക്കുകയും ചെയ്യുന്നു. ഭരണപരമായ മറ്റൊരു കാര്യം, ബീഹാറിന് പ്രത്യേക പദവി, സംസ്ഥാനത്തിന് പ്രത്യേക പദവി വേണമെന്ന ഒരു ആവശ്യം അവർ കാലാകാലങ്ങളായിട്ട് ഉന്നയിക്കുന്നതാണ്. നിതീഷ് കുമാർ അത് പറഞ്ഞാണ് കഴിഞ്ഞ തവണ വോട്ട് വാങ്ങിയത്, സീറ്റ് നേടിയത്. പക്ഷെ ഇന്നലെ പാർലമെന്റിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി സർക്കാർ കൃത്യമായി പറഞ്ഞത് അങ്ങനെ ഒരു ഉദ്ദേശം സർക്കാരിനില്ല എന്നാണ്. പക്ഷേ അത് JDUവിനെ സംബന്ധിച്ചിടത്തോളം
ജനതാദൾ യുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യവുമാണ്. ഇന്നിപ്പോൾ ബജറ്റ് പ്രസംഗത്തിൽ പ്രത്യേക പദവി എന്ന് പറയുന്നില്ലെങ്കിലും ബീഹാറിന് ചില പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പുറത്തു വരും. ആന്ധ്രയും ഒറീസയും ഒക്കെ ഈ പ്രത്യേക പദവി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. JDUവിൻ്റെയും അതുപോലെ തന്നെ ആന്ധ്രയിലെ തെലുങ്ക് ദേശം പാർട്ടിയുടെയും ഒക്കെ അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഈ സർക്കാർ നിലനിൽക്കുന്നത്. പക്ഷേ ബീഹാറിനെ പോലൊരു സംസ്ഥാനത്തിന് മാത്രം അങ്ങനെ പ്രത്യേക പദവി നൽകുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക പദ്ധതി കൊണ്ട് നിതീഷ് കുമാറോ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവോ തൃപ്തിപ്പെടുമോ എന്ന കാര്യം നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം തന്നെ, അതായത് പാർലമെന്റിൽ ഈ മറുപടി വന്നതിന് തൊട്ടു പിന്നാലെ RJD നേതാവ് ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അത് വളരെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം, JDUവിനെ സംബന്ധിച്ചിടത്തോളം, നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ ഗവൺമെന്റിന് ഒരു പ്രത്യേക പദവിയുമായി മുന്നോട്ട് പോകാനാവില്ല എന്ന് തന്നെയാണ് ബജറ്റ് പ്രസംഗത്തിലൂടെ ശ്രീമതി നിർമ്മല സീതാരാമൻ തെളിയിച്ചിരിക്കുന്നത്. നമ്മൾ രാഷ്ട്രീയമായിട്ട് നോക്കുക, UPയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കസേരയ്ക്ക് തീ പിടിച്ചിരിക്കുകയാണ്. ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യ തന്നെ വളരെ പരസ്യമായ റിബൽ പ്രവർത്തനവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. യോഗി ആദിത്യനാഥിനെ സ്ഥാനത്ത് നിന്നും മാറ്റുക, ഒഴിവാക്കുക എന്ന അജണ്ടയുമായിട്ടാണ് മൗര്യ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു മന്ത്രി ഇതിനകം രാജിവെച്ചു കഴിഞ്ഞു. ഇനി ഒരു 10 ഉപതെരഞ്ഞെടുപ്പുകൾ അവിടെ നടക്കുന്നുണ്ട്. അത് വളരെ നിർണായകമായിരിക്കും യോഗിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ അവിടെ നടക്കുന്ന ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചക്രത്തി പോരാട്ടം ഏത് ഘട്ടം വരെ പോകും എന്ന് ഇപ്പോൾ ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. യോഗി അടുത്ത ദിവസങ്ങളിൽ ഡൽഹിക്ക് പോവുകയാണ് കേന്ദ്ര നേതാക്കളെ കണ്ട് സംസാരിക്കാൻ. അവിടം ഒരു വലിയ പ്രതിസന്ധിയാണ് UPയിലെ BJP. UPയിലെ BJP ആണ് BJPയുടെ ഒരു പ്രധാനപ്പെട്ട അടിത്തറ. UP പിടിക്കുന്നവരാണ് ഇന്ത്യ പിടിക്കുന്നത്. അപ്പോൾ UPയിലെ ഈ സംഭവ വികാസങ്ങൾ നാളെ ഏതൊക്കെ തലത്തിലേക്ക് വളരും എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായിരിക്കുന്ന കാര്യത്തിലും സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ ലോക്സഭയിൽ BJPയുടെ ഒരു മേധാവിത്വമാണ് നിലനിന്നിരുന്നത്. ഏകപക്ഷീയമായിട്ട് അവർ അടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിരോധമാണ് സർക്കാരിന് മേൽ അവരെ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നീറ്റ് ക്രമക്കേടുകളെ കുറിച്ച് സഭയിൽ നടന്ന ചർച്ചയിൽ രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തെ നിലംപരിശാക്കി കളഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ ഏത് പരീക്ഷാ സംവിധാനത്തെയും വില കൊടുത്തു വാങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇവിടുത്തെ പരീക്ഷാ സംവിധാനങ്ങളിൽ ഒരു വിശ്വാസവുമില്ല. അതുപോലെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് രാഹുലിനൊപ്പം കട്ടയ്ക്ക് നിന്നു. വിദ്യാഭ്യാസ മന്ത്രിക്ക് കൃത്യമായ ഒരു മറുപടിയും സഭയിൽ പറയാനുണ്ടായിരുന്നില്ല. ആ ചർച്ചകളിൽ ഉയർന്നു വന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 7 വർഷത്തിനിടയ്ക്ക് 70 തവണ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ചോദ്യക്കടലാസുകൾ ചോർന്നിട്ടുണ്ടെന്നാണ്. രാഷ്ട്രീയമായും ഭരണപരമായും BJP ഒരു സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുകയാണ്. ബജറ്റ് അവർക്കൊരു താൽക്കാലിക പിടിവള്ളിയാവുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.